നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് കച്ചത്തീവ്. കച്ചത്തീവ് ഒരു ചെറിയ ദ്വീപല്ല. ഇപ്പോൾ ശ്രീലങ്ക കൈയടക്കി വച്ചിരിക്കുന്ന കച്ചത്തീവ് പിടിച്ചെടുക്കണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അതുതന്നെയാണ് മോദി സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൾപ്പാർപ്പില്ലാത്ത ഒരു കുഞ്ഞൻ ദ്വീപ്. ആ ദ്വീപിൽ ഒരു ദേവാലയം മാത്രം. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭാരതത്തിലുമൊക്കെ കച്ചത്തീവിനുള്ള സ്ഥാനം? 1974 കോൺഗ്രസ് ഭരണകാലത്താണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ വിട്ടു നൽകുന്നത്. ദേശീയതലത്തിൽ കോൺഗ്രസ് സംഘടനയ്ക്ക് ഒരു പ്രഹരം നൽകാനാണോ കച്ചത്തീവ് നരേന്ദ്രമോദി എടുത്തിട്ടത്? അതോ തമിഴ് ജനതയെ BJPയിലേക്ക് ആകർഷിക്കാനോ? ഇതുവരെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പേരായിരുന്നു കച്ചത്തീവ്. എന്നാൽ കോൺഗ്രസ് എന്ന സംഘടനയെ പ്രഹരിക്കാൻ നരേന്ദ്രമോദി കച്ചത്തീവിനെ ദേശീയതലത്തിൽ ഇട്ടിരിക്കുന്നു. അണ്ണാമലയുടെ വരവോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം BJP കൈപ്പിടിയിലൊതുക്കും എന്ന പ്രതീതി ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നു. തമിഴ്നാട് ഭരിക്കുന്നത് ഇപ്പോൾ DMK ആണ്. പഴയ DMK ഭരണകാലത്താണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. അന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായുള്ള ഒരു കരാർ. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും സഖ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി മർമ്മം നോക്കി ഒരു പ്രഹരം കൊടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എരിവ് പകരുന്നതാണ് കച്ചത്തീവ്. തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമല വിദേശ മന്ത്രാലയത്തിൽ നിന്ന് നേടിയ വിവരാവകാശ രേഖ. അതിൽ 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ദ്വീപിന്മേലുള്ള ഇന്ത്യയുടെ അവകാശവാദം വേണ്ടെന്നു വെക്കുമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇപ്പോഴിതാ നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും BJPയും അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. 14ാം നൂറ്റാണ്ടിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് കച്ചത്തീവ് രൂപം കൊണ്ടത്. ഇപ്പോൾ കച്ചത്തീവ് മറ്റൊരു രാഷ്ട്രീയ അഗ്നിപർവ്വതമായി പുകയുന്നു. 285 ഏക്കർ വിസ്തീർണമുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപ്. ഇന്ത്യൻ രാഷ്ട്രീയം വാക്പോരിൽ നിന്ന് യുദ്ധത്തിന്റെ ഘട്ടത്തിലെത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാർച്ച് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി Xൽ ഒരു പോസ്റ്റ് ഇട്ടത്. കച്ചത്തീവിനെ കോൺഗ്രസ് നിർദ്ദയമായി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയെന്നാണ് നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തത്. ഒപ്പം ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു പത്രക്കുറിപ്പും അദ്ദേഹം പോസ്റ്റിൽ കൊടുത്തു. പ്രധാനമന്ത്രി ആരോപിക്കുന്നത് പോലെ കച്ചത്തീവിനെ എന്തിനാണ് ഇന്ത്യ വെറുതെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്? ആ ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ തലത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കുന്നു. ശ്രീലങ്കയെ പലവിധത്തിൽ ചൈന സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കച്ചത്തീവിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കച്ചത്തീവിനെ തിരികെ വേണം എന്ന് തമിഴ് ജനത ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് DMK. കോൺഗ്രസ് സഖ്യത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു കച്ചത്തീവ് ഇന്ത്യയുടേതാണ്. തമിഴ്നാടിനെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിലെ ഒരു ചെറുദ്വീപ്. മദ്രാസ് ഗവർണറായിരുന്ന റോബർട്ട് പാക്കിന്റെ പേരിൽ നിന്നാണ് ഈ കടലിടുക്കിന് പേര് ലഭിച്ചത്. രാമേശ്വരത്തു നിന്ന് വെറും 19 കിലോമീറ്റർ, ശ്രീലങ്കയിൽ നിന്ന് 22 കിലോമീറ്റർ, 1.6 കിലോമീറ്റർ നീളവും 300 മീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചുദ്വീപ്. കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് അവിടെ ജനവാസം സാധ്യമല്ല. മത്സ്യത്തൊഴിലാളികളുടെ കാവൽ ദൈവമായ അന്തോണീസ് പുണ്യാളന്റെ പേരിലുള്ള ഒരു ദേവാലയം. അത് മാത്രമാണ് കച്ചത്തീവിലുള്ള ഏക നിർമ്മിതി. 1905 ആ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പിന്നീട് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പള്ളിപ്പെരുന്നാൾ. ആ കാലഘട്ടത്തിൽ തമിഴ് ജനത ഒരുപാട് പേർ ആ ദേവാലയത്തിലെത്തി ശുശ്രൂഷകളിൽ പങ്കെടുക്കും. ജാഫ്ന അതിരൂപതയുടെ കീഴിലാണ് സെന്റ് ആന്റണീസ് ചർച്ച്. AD 500 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിൽ ജാഫ്ന സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കച്ചത്തീവ്. പിന്നീട് 17ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാംനാട് രാജ്യത്തെ സേതുപതിമാരുടെ അധീനതയിൽ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായതോടെ ഏറെക്കാലം ദ്വീപിന്മേൽ ആരും മറ്റവകാശങ്ങൾ ഉന്നയിച്ചില്ല. 17ാം നൂറ്റാണ്ടിന് മുൻപ് കച്ചത്തീവ് സിലോണിന്റെ ഭാഗമായിരുന്നു എന്ന വാദം മുൻപ് ഇന്ത്യയും അംഗീകരിച്ചിരുന്നു. 1974 ജൂൺ 26 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായികയും ഒപ്പുവെച്ച ആദ്യ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാർ.
ഈ കരാറിൽ നേരത്തെയുണ്ടായ ധാരണപ്രകാരം കച്ചത്തീവിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കി നിശ്ചയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ശ്രീലങ്ക വിസയോ യാത്രാരേഖകളോ ഇല്ലാതെ തുരുത്തിൽ വിശ്രമിക്കാനും വലയുണക്കാനും പള്ളി സന്ദർശിക്കാനുമൊക്കെ ഈ കരാറിൽ അനുമതി നൽകിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് 1976-ൽ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിന് അനുബന്ധമായി മറ്റൊരു കരാറുണ്ടായി. ഇരു രാജ്യങ്ങളുടെയും സമുദ്രാതിർത്തിക്കുള്ളിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ കരാർ. ഇതോടെ കച്ചത്തീവിലേക്ക് പിന്നീട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രവേശനമില്ലാതായി. വലിയ മത്സ്യവിഭവമുള്ള പ്രദേശമാണ് കച്ചത്തീവും പരിസരവുമൊക്കെ. അതിർത്തി ലംഘിച്ച് ശ്രീലങ്കൻ സമുദ്രത്തിലേക്ക് കടക്കുന്നവരെ ലങ്കൻ നാവികസേന കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു. 2 പതിറ്റാണ്ടിനിടെ 6184 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്തു. 1175 മീൻപിടുത്തയാനങ്ങൾ അവർ പിടിച്ചെടുത്തു. തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും. 3 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതികരണമാണ് തമിഴ് ജനതയിൽ നിന്നുണ്ടായത്. കച്ചത്തീവിലെ ദേവാലയത്തിൽ പള്ളിപ്പെരുന്നാളിന് തങ്ങൾ പോകില്ല എന്നവർ ശപഥം ചെയ്തു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ആദ്യം അധികാരത്തിലെത്തിയ 1991 മുതൽ കച്ചത്തീവ് തിരികെ പിടിക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത് 2008-ൽ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. DMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കരുണാനിധിയും സുപ്രീം കോടതിയിലെത്തി. എന്നാൽ ഇന്ത്യയുടെ പ്രദേശങ്ങളൊന്നും ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടില്ല എന്നതുകൊണ്ട് കച്ചത്തീവ് തിരിച്ചെടുക്കണം എന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് 2013-ൽ അന്നത്തെ UPA സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കരാർ പ്രകാരം കച്ചത്തീവ് ശ്രീലങ്കയുടേതാണ്. 2014-ൽ മോദി അധികാരമേറ്റെടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്നത്തെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞതും അതുതന്നെ. കച്ചത്തീവ് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു യുദ്ധം വേണ്ടിവരും. നരേന്ദ്രമോദി മുന്നിൽ കാണുന്നത് ഈ യുദ്ധമാണോ എന്ന് രാഷ്ട്രീയ വിദഗ്ധർ ചോദിക്കുന്നു. തന്ത്രപ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ഇന്ദിരാഗാന്ധി കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്ന് നരേന്ദ്രമോദി. എന്നാൽ കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയപ്പോൾ തെക്കൻ തീരത്തെ വാഡ്ജ് ബാങ്കിന്റെ ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് ലഭിച്ചു എന്നതാണ് ഇതിന്മേൽ കോൺഗ്രസ് നിരത്തുന്ന വിശദീകരണം. 2 പ്രദേശങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ചെയ്തത്. കച്ചത്തീവിന്റെ പേരിൽ ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാറിനെ കുറിച്ചുള്ള തർക്കങ്ങൾ മുറുകുന്നു. അതിനിടയിൽ കച്ചത്തീവ് എങ്ങനെ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. എളുപ്പത്തിൽ ഇന്ത്യക്ക് കഴിയില്ല കച്ചത്തീവിനെ തിരിച്ചെടുക്കാൻ. ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുണ്ടാകും. 2 രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഒരു രാജ്യത്തിന് പിൻവാങ്ങുക സാധ്യമല്ല. അഥവാ ഒരു രാജ്യത്തിന് കരാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ കാര്യകാരണസഹിതം ആദ്യം പങ്കാളി രാജ്യത്തെ ഇക്കാര്യം അറിയിക്കണം. പങ്കാളി രാജ്യം എതിർപ്പ് ഉന്നയിക്കുന്നില്ല എങ്കിൽ ആർട്ടിക്കിൾ 67 പ്രകാരം കരാർ അവസാനിപ്പിക്കാൻ കഴിയും. എന്നാൽ പങ്കാളി രാജ്യം കരാറിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചാൽ UN ചാർട്ടറിന്റെ 33-ാം ആർട്ടിക്കിൾ പ്രകാരമുള്ള വഴികൾ തേടേണ്ടി വരും. മധ്യസ്ഥ ചർച്ചയും മറ്റ് സമാധാനപരമായ മാർഗങ്ങളിലൂടെയും വിഷയം തീർക്കേണ്ടി വരും. ചുരുക്കത്തിൽ കച്ചത്തീവ് തങ്ങളുടേതാണ് എന്ന് ശ്രീലങ്ക ഉറച്ച നിലപാടെടുത്താൽ ആ ദ്വീപിനെ തിരികെ പിടിക്കുക ഇന്ത്യക്ക് എളുപ്പമല്ല. എന്നാൽ ഇന്ത്യയുടെ രാമേശ്വരത്ത് നിന്ന് വെറും 19 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് അതീവ തന്ത്രപ്രധാന സ്ഥലമാണ്. ആദ്യ കരാർ പ്രകാരം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചത്തീവിൽ പ്രവേശിക്കാനും വിശ്രമിക്കാനും വലയുണക്കാനും ദ്വീപിലെ ഏക കെട്ടിടമായ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പ്രവേശിക്കാനുമൊക്കെ അനുവാദം നൽകിയിരുന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് വഴി ഏകപക്ഷീയമായി ശ്രീലങ്ക തന്നെയാണ് കരാറിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന് ഇന്ത്യക്ക് വാദിക്കാം. ആ പ്രദേശത്തെ മത്സ്യബന്ധന അവകാശം ആർക്കെന്ന് കരാറിൽ പറയുന്നില്ല. 1976-ൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒപ്പിട്ട മറ്റൊരു കരാർ അതാണിപ്പോൾ ഏറെ ഏടാകൂടമുണ്ടാക്കുന്നത്. 1983 മുതൽ 2009-ലെ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലം വരെ ലങ്കൻ നാവികസേനയുടെ ശ്രദ്ധ മുഴുവൻ തമിഴ് പുലികളെ തകർക്കുന്നതിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കച്ചത്തീവ് മേഖല അത്ര ശ്രദ്ധിച്ചില്ല. ഈ തക്കത്തിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പതിവായി ലങ്കൻ സമുദ്രാതിർത്തി കടന്നുകൊണ്ടിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വലിയ ട്രോളറുകൾ അമിതമായി മീൻപിടുത്തവും നടത്തി. ലങ്കൻ ബോട്ടുകളും വലകളുമൊക്കെ ഇന്ത്യൻ മത്സ്യബന്ധന തൊഴിലാളികൾ നശിപ്പിക്കുന്നു എന്നേറെക്കാലമായി ശ്രീലങ്ക പരാതിപ്പെടുകയും ചെയ്തു.
2009 തമിഴ് പുലികളുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ശ്രീലങ്കൻ സമുദ്രസേന ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അവർ സമുദ്ര സുരക്ഷ ശക്തമാക്കി. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യാനായി ഇറങ്ങിപ്പുറപ്പെട്ടു. ലങ്കൻ സേനയുടെ കസ്റ്റഡി പീഡനങ്ങളുടെയും മരണങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതോടെയാണ് തമിഴ് ജനതയിൽ വികാരം ആളിക്കത്തിയത്. ഓരോ തവണയും കച്ചത്തീപ് തിരിച്ചുപിടിക്കണം എന്ന ആവശ്യം തമിഴ് ജനത ഉയർത്തി. കച്ചത്തീപ് വിവാദം തമിഴ് രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്തും എന്നതിൽ സംശയം വേണ്ട. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്കുള്ള BJPയുടെ ആ പ്രവേശനം സാധ്യമാക്കുന്നത് ഈ വിഷയത്തിലൂടെ തന്നെയാവണം. ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ നിലപാട്, അതാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്നത്. ഏറെ നയതന്ത്ര പ്രാധാന്യമുള്ള ഈ കച്ചത്തീവ് വിട്ടുകൊടുക്കില്ല എന്ന സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി തുടർച്ചയായി പങ്കുവെക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.